ഈ ഉമ്മറത്തിരുന്ന് ഞാൻ ഒഴിച്ചെന്ന കള്ളും മോന്തി ഏലമ്മ വിളമ്പിത്തന്നത് മൂക്കറ്റം നക്കി ഏമ്പക്കവും വിട്ട് പോകുമ്പോ താൻ എനിക്കൊരു വാക്ക് തന്നിരുന്നു. പുതുപ്പള്ളിയിലെ ആ എഞ്ചിനീയറൊക്കെ എന്റെ കുടുംബക്കാരുമായിട്ട് അടുത്ത ദിവസം ഇങ്ങ് എത്താമെന്ന്. എന്നിട്ട് 4 ചക്രം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടപ്പോ താൻ ആ ചെറ്റ കുഞ്ഞുമായുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയി. ഇത് നിട്ടിയുടെ ഭാഷയില് തന്തയ്ക്ക് പറക്കാരി എന്ന് പറയും. മുതലാളി, എന്റെ തൊഴിലാണ് സത്യം. മനസാ വാച ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അവര് 2 പാർട്ടിക്കാരും കൂടി അത് വേണ്ട, കേക്കണ്ട. ചീരങ്കണ്ടത്തിലെ ഇട്ടിയോട് പിടിക്കാൻ തന്റെ കുഞ്ഞുമാണിയും ചത്തുപോയ എന്റെ അപ്പൻ തോമ്മിക്കുട്ടിയും കുറെ നോക്കിയതാ. ഒടുവിൽ എന്ത് പറ്റി? കുഞ്ഞുമായുടെ വലത്തെ കൈ ചന്തമുക്കിൽ അറ്റു വീണു. അറിയോ എനിക്ക്? ചെല്ലി എന്നോട് പറഞ്ഞാല് അവന്റെ മകളുടെ കല്യാണം നടക്കുന്ന അതേ 26-ന് തന്നെ എന്റെ മോടെ കഴുത്തിലും താലി കയറുവന്നു. ചെറുക്കൻ എഞ്ചിനീയർ തന്നെയാ. സ്വത്തിലും തറവാട്ട് മഹിമയിലും തന്റെ പുതുപ്പള്ളിക്കാരന്റെ മോള് നിൽക്കും. പാറച്ചാണ്ടി കൊണ്ടുവന്ന ആലോചനയാ. അയാൾ തന്റെ കൂട്ടേ ഊച്ചാളി ബ്രോക്കറൊന്നുമല്ല. എഴുന്നേറ്റ്. പറട്ടനായരെ, കർത്താവ് തമ്പുരാന്റെ കീഴിൽ ഒരു പുല്ലന്റെ മോൻ വിചാരിച്ചാലും ഈ ഇട്ടിയ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോറങ്ങി. ഒരു ചടങ്ങൊക്കെ നടക്കുമ്പോ ഇടവകയിലെ അച്ഛനെയും കരപ്രമാണിമാരെയും ഒക്കെ ക്ഷണിച്ചു വരുത്തുക എന്നൊരു നാട്ടു നടപ്പൊക്കെ ഇല്ലയോ ഇട്ടിച്ചായ? എന്നാത്തിനാണെന്നേ, നമ്മുടെ കുടുംബകാര്യം നമ്മൾ തീരുമാനിക്കുന്നതൊക്കെ അങ്ങ് നടത്തുക എന്നല്ലാണ്ട് കരക്കാരുടെ അഭിപ്രായം ചോദിക്കുന്ന പതിവൊന്നും എനിക്കില്ല. ഞാൻ ഒരുത്തന്റെയും കാര്യം തലയിടാൻ പോകുന്നില്ല. അതുപോലെ ആരും ഇങ്ങോട്ടും പറയണ്ട. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. അതാ അതിന്റെ അന്തസ്സെന്ന് പറയുമായിരുന്നു. ഇവിടെ ഇട്ടിച്ചനും കുടുംബം അല്ലാതെ പിന്നെ നാട്ടുകാരെ കയറി താമസിപ്പിക്കുവോ? ഇവിടെ കെട്ടിച്ചയച്ച എന്റെ 2 പെങ്ങന്മാരുണ്ട്. അവരുടെ കെട്ടിയവന്മാര് കൃഷിപ്പണിയും തോട്ടപ്പണിയൊക്കെ ആയിട്ട് ആലപ്പുഴയിൽ ഇടുക്കിയിലൊക്കെയാ. നല്ല ഇണക്കവും ചേർച്ചയും ഉള്ള കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ദേ കണ്ടില്ലയോ? ഔസേപ്പച്ചന് പ്രധാനമായിട്ട് എന്നാ ബിസിനസ്സാ? ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ടയറിന്റെ ടയർ കമ്പനി. ഈ ഡൺലിപ്പ്, മോഴ്സി, ബോഫേഴ്സ് എന്നിങ്ങനെ. ഇവരൊക്കെ ബോംബെ പഴച്ചു പോണത് തന്നെ ഔസേപ്പേട്ട ഒരാൾ ടയറുമായിട്ട് കേരളത്തിൽ ഇരിക്കണോണ്ടല്ലേ. ഈ തോട്ടം എന്ന് പറയുമ്പോ വീടിന് ചുറ്റും കാണുന്ന 4, 3, 7 റബ്ബറേ ഉള്ളോ അതോ? അല്ല, ഇതിലെ മേലോട്ട് കയറിയ ഒരു 10-100 ഏക്കറുണ്ട്. അതെന്റെ വകയാ. വയനാട്ടിലേതാണ്ട് കുറച്ച് ഭൂമിയുണ്ടല്ലേ? വയനാട്ടിലോ? അതെ. വയനാടെന്ന് പറഞ്ഞാൽ യഥാർത്ഥ വയനാടല്ല, തമിഴ്നാട് ബോർഡറാ, ഔറംഗാബാദ്. അവിടെ മുഴുവൻ കാപ്പിയാ. കാപ്പിക്ക് ഇപ്പോ നല്ല വില അല്ലയോ? പിന്നെ അല്ലയോ, തേയിലേക്കാൾ കൂടുതലാ. യുദ്ധം തുടങ്ങിയ പിന്നെ കാപ്പിക്കാ കേറിയത്. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഈ അച്ചപ്പം അസലായിരിക്കുന്നു. ഞാനുണ്ടാക്കിയതാ. ചെറുക്കന്റെ താഴെയുള്ള പെമ്പിള്ളാർക്ക് ആലോചനയൊന്നും ആയില്ലയോ? ഇവിടത്തെ കാര്യം പറഞ്ഞ പോലെ അത് വല്ലിടത്തു നിന്നൊക്കെയാ ഞാൻ ആലോചനകൾ കൊണ്ടുവന്നേ. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, IAS-കാര്, IFS-കാര്, PSP-കാര്. ഔസേപ്പേട്ടനും ചേട്ടത്തേക്കും പിള്ളേരെ പിരിഞ്ഞിരിക്കാൻ മേല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. കെട്ടിപ്പിടിച്ചോണ്ടങ്ങ് ഇരിക്കുക. ജോർജ് കുട്ടിയുടെ ഫോട്ടോ ഒന്നും കൊണ്ടുവന്നില്ലയോ? എന്റെ കർത്താവേ, ഞാൻ അക്കാര്യം മരിച്ചതുപോലെ അങ്ങ് മറന്നു. അല്ല തന്നെ ഇനിയിപ്പോ ഫോട്ടോ എന്നാത്തിനാ? ജോർജ് കുട്ടിയെ തന്നെ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. അവര് തമ്മിലൊന്ന് കാണണ്ടായോ? പറഞ്ഞ പോലെ അതിന് എന്നാ? ഇടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ വരാവേ. പുള്ളിക്കാരത്തി കൂടി വിളിക്കേ. ഏലമ്മോ, മുമ്പുണ്ടായ ഒരു അനുഭവം ഓർമ്മയുണ്ടല്ലോ? ഇട്ടിച്ചന്റെ ശത്രുക്കൾ ആരെങ്കിലും പറഞ്ഞാൽ ഇതിനിട്ടും കോല് വെക്കും. ഔസേപ്പേട്ടൻ പൂച്ചയെ പോലിരിക്കുന്ന കാര്യമാക്കണ്ട. പറ്റത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇളകത്തില്ല, അനങ്ങാ പറയാ. അതുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുന്നതിന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ എവിടെ വെച്ച് നടത്താനാ? അത് ആലോചിക്കേ. നമുക്ക് നമ്മുടെ ബിയാട്രീസിന്റെ കൂടെ വെച്ചായാലോ? അത് ശരിയാ. എന്റെ വകയിലൊരു പെങ്ങളാ. എന്തായാലും ഡേറ്റ് ഇങ്ങോട്ട് പറഞ്ഞു. ആ ദിവസം ഞാൻ ജോർജ് കുട്ടിയെ കൊണ്ടുവരാം. ജോർജ് കുട്ടേ, ഇത് എന്തൊരു കഷ്ടവാ. തള്ള ചൊല്ലാവാവൽ തലയിഴുക്കനാ പാടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു എന്ന് വെച്ച് കർത്താവ് എന്നെ 7-ാം നരകത്തിലും തള്ളി ഇടൂല ജോർജ് കുട്ടിയെ. എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എല്ലാ കാലം അവർ അറിയില്ലെന്നാണ് ചാണ്ടിച്ച വിശ്വസിക്കുന്നത്. വിശ്വാസം രക്ഷിക്കും. സാധാരണ കല്യാണം പോലെ അല്ലത്. ഇതെന്നെ ആണും പെണ്ണും തമ്മിലല്ലേ? നിനക്ക് പെണ്ണിനെ പോയിന്ന് കാണാവോ? നിന്നെയും കൂട്ടി ചെല്ലാവുന്നതിന് ഇട്ടിച്ചന് വാക്ക് കൊടുത്തിരിക്കുക. പെണ്ണിനെ പോയിന്ന് കാണുന്നതിന് വിരോധം ഉണ്ടോ? സേവയ്ക്ക് സമയായി. വരുന്നു. നിനക്കെന്നെ തലവേദന തുടങ്ങിയോ? എന്താ നാത്തൂനെ? ഗ്ലാസും വെള്ളമൊക്കെ കൊണ്ടുവച്ചോ? എന്നാ പോർക്കെടുത്തതും കൂടി എടുത്തോ. എന്നിട്ട് എല്ലാരും ഒരുങ്ങിയിരുന്നോ. കൊച്ചമ്മേ, പിള്ളേർക്ക് ചോറ് കൊടുത്തോട്ടെ?
ഏലമോ ഏ നിന്റെ അപ്പന്റെ തറവാട്ടിലൂടെ കാശ് കൊണ്ട് വെച്ചിട്ടുണ്ടോ? നിന്നോടാ ചോദിച്ചേ? ഇല്ല. പിന്നെ നീ എന്തിനാ വിളിക്കുന്ന കാശൊക്കെ എടുത്ത് കണ്ടവളുമാർക്ക് കൊടുക്കുന്നേ? ആ കുഞ്ഞുഞ്ഞിന്റെ കെട്ടിയൊക്കെ 100 രൂപ കൊടുത്തേനാന്നോ? അവളാരാ നിന്റെ നാട്ടുവിനോ? അവിടെ മോളെ പേരിന് ആശുപത്രിയിലാക്കിയിരിക്കുക. അവൾ അതിഞ്ഞു കൊണ്ട് തരുമെന്നേ. തരും. എടീ വിവരം കേട്ടവളെ പുള്ളിക്കാരത്തി പോയി. പോയാ? ആലീസേ, എന്താ അപ്പച്ചാ? ദീനാമേന്തേടി തലവേദനയായിട്ട് കിടക്കുവാ. ഓ എന്താ ഇപ്പൊ ഇത്ര തലവേദന എടുക്കാൻ? അവിടെ കെട്ടിയവർ ഓരോന്ന് കാണിച്ചു കൂടിട്ട് എന്റെ തല വെറുത്തിരിക്കുക. കഞ്ചാവിന്റെ കളി വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞാ. ഒരിക്കപ്പെട്ടപ്പോ ബാക്കിയുള്ളവൻ തിരുവനന്തപുരത്ത് പോയി കണ്ടവന്റെ കാല് നക്കിയാ ഒഴിവാക്കി എടുത്തത്. വീണ്ടും തുടങ്ങിയെന്നാ വാളിവേല കുട്ടിച്ചാൻ പറഞ്ഞത്. ഉണ്ടാക്കട്ടെ, എന്നിട്ട് അനുഭവിച്ചോട്ടെ. തിരിഞ്ഞു നോക്കലേ ഒഴിക്കടാ. ഇതെന്നാ തൊള്ള തുറക്കല? ഒരു മൈക്കെടുത്ത് കയ്യിലോട്ട് വെച്ച് പെരപ്പുറത്ത് കയറി നിൽക്കാൻ പറ. നാശം. ഒരുത്തിയുടെ മാപ്പിളയാണെങ്കിൽ അത് വേറൊരു കുരിശ്. നല്ല കാലത്ത് 4 കാശുണ്ടാക്കി ആണുങ്ങളെ പോലെ ജീവിക്കാൻ നോക്കാതെ വള്ളംകളി എന്നും പറഞ്ഞു കിടക്കുക. പ്രയോജനമുള്ളടെ വേണ്ടുക. ഇയാൾ ആരാ വള്ളംകളിയുടെ ക്യാപ്റ്റനോ? പാടോ കൃഷിയുള്ള കുടുംബത്തിലാന്ന് കൊണ്ട് എന്താ കാര്യം? ഇവനൊരുത്തൻ തലതിരിഞ്ഞു പോയില്ലേ? ആരാണത്? ഞാനാ അളിയൻ. ഏതളിയൻ? കുഞ്ചേറിയ അളിയൻ. തന്നെ ഉണ്ടല്ലോ കൊല്ലാൻ വേണ്ടി ഞാൻ വെട്ടിയെന്ന് വെച്ചോ. ചാകത്തില്ല. ചാവിന്റെ കാര്യം പറയണ്ടളിയാ. ഇക്കഴിഞ്ഞ 14-ന് ചമ്പക്കുളം കായലിൽ കൂടെ ഒരു കൊച്ചുവള്ളത്തിൽ ഞാൻ തെക്കോട്ടൊരു പിടി പിടിച്ചു. തുടങ്ങി കേക്കളിയാ. അങ്ങനെ കായലിന്റെ നടുക്ക് കൂടെ പോകുന്ന വഴിക്ക് വള്ളം ഒന്ന് ചേരിഞ്ഞു. വെള്ളത്തിൽ വീണതും നീന്തിയതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് പിന്നെ യാതൊരു ഓർമ്മയില്ല. അല്ല, അവിടെ അങ്ങനെ ആദ്യമായിട്ടോ നീന്ത്? മതി മതി. കള്ളം മറിഞ്ഞു പോലും. മൂക്കറ്റം കള്ളു കുടിച്ചിട്ട് വല്ലയിടത്തും മറിഞ്ഞു വീണ് കാണും. മണ്ണി കിടന്നായിരിക്കും നീന്തിയത്. എടോ തനിക്ക് ഇതൊക്കെ നിർത്തിട്ട് മാനമര്യാദ ജീവിച്ചു. ഞാനും അതന്നെ ആലോചിക്കുന്നത്. അളിയെ നോക്കിക്കോ, അടുത്ത ഏഷ്യാഡിന് പോകുന്ന ഞങ്ങളുടെ ടീമാ. ഞങ്ങളുടെ ടീം പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കൊരു മെഡലാ. മടല, കവളം മടല്. അത് അളിയൊരു അന്തസ്സല്ലേ? അന്യ നാട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ വെള്ളം കുടിച്ച് ചാകാൻ നോക്കണോ. ശവം ഇവിടെ വരുമ്പോ ഞാനൊരു മെഡൽ നെഞ്ചത്ത് വെക്കാം. അതൊരു അന്തസ്സായിരിക്കും. തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ആ ചെല്ലു ചെല്ലു പോ. അളിയാ കുപ്പി കാലിയാക്കല്ലേ. ഊണിന് മുമ്പ് ഊണിന് മുമ്പ് ഒരെണ്ണം. എന്നാലും കെട്ടി ഇറക്കിയിട്ട് വർഷം ഇത്ര കഴിഞ്ഞിട്ടും സ്വന്തം വീട്ടിൽ തന്നെ കഴിയാനാണല്ലോ എന്റെ വിധി. അതിന് നിനക്കിവിടെ എന്നാ ഒരു കുറവ്? മറിയേ, സത്യം പറയാലോ, നീ ഇപ്പൊ നന്നായിരിക്കുക. എണ്ണയും മുട്ടയും തേച്ച് മത്സ്യത്തിന് ഇറങ്ങുന്ന ചുണ്ടന്റെ കൂട്ട് നീ അങ്ങ് തിളങ്ങുക. ഒന്ന് പോ മനുഷ്യ. ഈ കിന്നാരം പറച്ചിലേ ഉള്ളൂ. എത്ര കാലം കൂടിയിട്ടാ ഒന്നിങ്ങി കേറിയത്. അതിനെനിക്ക് അവിടെ 100 കൂട്ടം പണിയില്ലേ? ഇപ്പൊ തന്നെ ആശാരി വേലപ്പിനും തപ്പി ഇറങ്ങിയതാ. ആ, അപ്പൊ വേലപ്പനെ കാണാൻ വന്നതല്ലേ? നമ്മളെ ചുണ്ടന് ഇത്തിരി പാച്ച് വർക്ക് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും ചുണ്ടന്റെ വെള്ളത്തിന്റെ കാര്യമല്ലേ പറയാനുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെയാ? ഇത് നോക്കിയേ, വേണമെങ്കിൽ ചില്ലിടിച്ച് ചെമരി തൂക്കിക്കോ. ഞാനൊരു ടീം ക്യാപ്റ്റനായതിനു ശേഷം ആദ്യമായിട്ട് എടുത്തതാ. എങ്ങനെയുണ്ട്? കൊള്ളാം, കൊച്ചു ചെറുക്കനായിട്ടുണ്ട്. അതിനെന്നാ, ഈ പ്രായമൊക്കെ പ്രായാണോ? ഇനി സമയം കിടക്കല്ലേ. കുഞ്ചറിയ ഇത് ഞാനൊരു ഭാഗത്ത് ചൂരിലുള്ള സമയമായില്ലേ? എന്തൊക്കെയുണ്ട് അളിയാ വിശേഷങ്ങള്? രാവിലെ കെട്ടിയെടുക്കുവോ? അളിയന്റെ മൂഡ് അത്ര ശരിയല്ല. രാവിലെ കാണാം. അവിടെ ഒന്ന് പറയട്ടെ. ആ ചെറുക്കന്റെ വീട് വരെ ഒന്ന് പോണം. ഓ, ആലീസിന്റെ. ആലീസ് പെണ്ണല്ലേ അളിയാ? പറയുന്ന കേക്കടോ. എന്തെങ്കിലും കാണാതെ അളിയൻ പറയത്തില്ല. പറ പറ. അവിടെ ചെന്നിട്ട് മലഞ്ഞെറുക്കന്റെ ബിസിനസ് ഉള്ള കുഞ്ഞിപ്പാലിനെ കാണണം. അവിടെ അവിടെ ചോദിച്ചാൽ കട കാണിച്ചിട്ട് അയലാം കൂട്ടി ചെറുക്കന്റെ വീടും ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിക്കണം. എന്താ? അല്ല, അതിപ്പോ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, നമ്മുടെ ചുണ്ടൻ ആശാരി കണ്ടിട്ട്. എടോ, ആശാരിക്ക് പിന്നെ വായിക്കലിടാം. എന്നാ പൊക്കളാ? ആ, പിന്നൊരു കാര്യം, അന്തസ്സുള്ളൊരു തറവാടാണെന്നാ പറഞ്ഞു കേട്ടത്. അവിടെ ചെന്ന് തിരക്കി തിരക്കി എന്റെ തറവാടിന് പേരുദോഷം ഉണ്ടാക്കരുത്. അളിയാ, അളിയന് ഫീൽ ചെയ്യിക്കുന്ന വർത്താനം പറയരുത്. ഞാനൊരു കാര്യമായിട്ട് ഏറ്റതാ. ഏലമ്മേ, ഏലമ്മേ, എടി ഏലമ്മേ. എന്നാ
അറിയാൻ അവനെ എന്നിട്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞ് വെളുപ്പിനെ പോയതല്ലേ? എന്റെ പട്ടി അവൻ എന്റെ വീട്ടിൽ കാലെടുത്ത് വെച്ചത് ഞാൻ കേൾക്കരുത്. ഇതെന്നാ പറ്റി? എന്നാ പറ്റിയെന്നോ വായിച്ചു നോക്കണി. നാടകം കളിക്കുകയാണല്ലേ. ഞാൻ ട്രൂപ്പിലൊന്നും ഇല്ലായിരുന്നല്ലോ. ആ പട്ടി കഴിവേറി ഓ, കാശിന് ഗതിയില്ലാത്തൊരു ചെറ്റ പട്ടിയുടെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിച്ചെന്നെ വെട്ടിലാക്കാൻ നോക്കായിരുന്നല്ലേ. അയ്യോ ഇല്ല. വെട്ടി അരിഞ്ഞ് നിന്നെ ഈ പറമ്പനകത്തെ കുഴിച്ചു മൂടും. കർത്താവേ, കർത്താവേ. പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരു എഞ്ചിനീയറെ തന്നെ കൊണ്ടുവരണമെന്ന് ഇട്ടിച്ചായ അമ്മേടെ എന്റെ ഇന്ന് ബ്രോക്കർ പണം വാങ്ങിച്ചിട്ട് നീ എന്നെ ചതിച്ചല്ലോ. നിനക്ക് അവൻ കാലേ നിന്നെ നോട്ടോട്ട് വെച്ചിരിക്കുക. നിന്നെ എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോടാ. പോടാ പോടാ. പച്ചപ്പള്ളിയിലെ ജോർജ് കുട്ടിയുടെ മുമ്പിൽ നിൽക്കാൻ ഒരു പട്ടിയും പട്ടിയുടെ തന്തയും ജനിച്ചിട്ടില്ലടാ. കഴിവുള്ള മോനെ. ഓ അതിന്റെ മോനെ. അയ്യോ പട്ടി രണ്ടു കാലം നിൽക്കുന്നു. അയ്യോ പൈലി. ഞാൻ വിചാരിച്ചു പട്ടിയായിരിക്കും. എന്താടാ വേളം? നീ പോടാ. പട്ടി പോയില്ലേ ഇത്? പൈലി നീ കള്ളനാ. ഞാനേ കള്ളന് കഞ്ഞി വെച്ചവനാ. നല്ല പൊടിയരി കഞ്ഞി ഉണ്ടാക്കി നിന്റെ അണ്ണാക്കിലോട്ട് ഞാൻ തള്ളിത്തരും കുട്ടാ. എന്തോ ജോർജ് കുട്ടിന്ന് ആര്? നിന്റെ അപ്പം തൊട്ടിലി കിടത്തിയിട്ട പേര് വിളിയടാ സാറേന്ന്. സാറേന്ന് വിളിയടാ. അതൊരു രസമുള്ള കാര്യല്ലേ കൂട്ടോ. എന്നതാ മൂക്കറ്റ കുടിച്ചിട്ട് വന്ന് പോക്കറ്റാ കാണിക്കുന്നേ? അയ്യോ അപ്പൊ സോറി, ഞാൻ കണ്ടില്ല ഷോ. എന്നോട് ക്ഷമിക്കണം. ഞാനൊരു മാനസിക പ്രയാസത്തിന്റെ പുറത്ത് അറിയാതെ ശകലം കഴിച്ചുപോയി. എന്നോട് ക്ഷമിക്കണം. ആരാ? എന്നെ വിട്. എന്നെ പിടിക്കണ്ട. പിടിക്കണ്ട. ആലീസേ, പിടിച്ചോണ്ട് പോണി. വെറുതെ എന്നെ കൈ ചെയ്തേക്കാതെ. ആലീസേ, ഞാനൊരു തെറ്റ് ചെയ്തു. ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചനോട് ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ തെറ്റുകാരനാ. എനിക്ക് നിന്റെ അപ്പനോട് മാപ്പി ചോദിക്കണം. അപ്പൊ സോറി. നീ പിടിച്ചോണ്ട് പോകാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് വന്നേ. എന്നെ വിട്. എനിക്കൊന്നുമില്ല. എന്നെ വിട്. എനിക്കൊന്നുമില്ല. എന്നതാ കാഴ്ച കാണാൻ നിൽക്കുന്നേ? ഞാൻ ഇത്തിരി ഫിറ്റാ. അതുകൊണ്ട് ഇപ്പൊ എന്നാ കുഴപ്പം? ഞാനേ ചീരങ്കണ്ടത്തി വലിയ മുതലാളി ഇട്ടിയച്ചന്റെ മരുമോനാ. കുടിക്കുമ്പോ എനിക്ക് എന്നെ സ്റ്റാൻഡേർഡ് നോക്കണം. എന്നെ വിടുമോളെ. എനിക്കൊന്നുമില്ല. നേരെ നീ പിടിച്ചാ ഞാൻ വീഴും. എന്നെ വിട്. ഇറച്ചി ഇച്ചിരി കൂടെ കൊണ്ടുവരട്ടെ? വേണ്ട. അതെന്നാ കഴിക്കുന്നില്ലേ? കൊണ്ടാ എന്നെ മരുമനെ കൊണ്ടറി. എന്നാൽ എങ്ങനെ തോന്നിയല്ലോ. വിടേ. ഇത്രയും നാളില്ലാത്ത ഈ സ്വഭാവം ഇപ്പൊ തുടങ്ങാൻ എന്നാ ഉണ്ട്? വന്ന് കിടക്ക്. ചിരിക്കുന്നു. പിന്നെ ചിരിക്കാതെ. എടി കെട്ടിയോളെ, നിന്നാണ് സത്യം. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. നിന്റെ അപ്പൻ സാക്ഷാൽ ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയല്ല മോളെ. നോക്കി താഴെ ഒച്ചയും ബഹളം വല്ലതും ഉണ്ടോന്ന്. നിന്റെ അപ്പൻ പൂച്ചല് വരെ നിർത്തി. ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കൂടെ കാണുമെങ്കിൽ ഞാൻ ഉറച്ചു നിൽക്കാം. പക്ഷെ എന്നെ ഈ നാട്ടിൽ കണ്ട അല്ലി ഓടിക്കുന്ന ഇട്ടിച്ചൻ പറഞ്ഞിരിക്കുന്നേ. അതുകളാ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ നിന്റെ ദേഹത്ത് ആരും തൊടുകയില്ല. പക്ഷെ ഒരു കാര്യം നീ ഞങ്ങൾ പറയുമ്പോൾ കേൾക്കണം. ഇനിയും വീരം കണ്ടത്ത് പോയി വീരം ചോദിക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്ക് പേടിയാ. അവിടെ പോകണ്ടെന്നാ കുട്ടപ്പനും പറഞ്ഞിരിക്കുന്നേ. ആര് പറഞ്ഞു നിന്നോട് അങ്ങോട്ട് പോണെന്ന്? നീ പറയുന്നിടത്ത് പുള്ളിക്കാരനെ വരുത്തിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. നിയമപ്രകാരം നിനക്കും അമ്മച്ചിക്കും കിട്ടാനുള്ള സ്വത്തുക്കള് നിയമം പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്നു. നല്ലൊരു വക്കീലിനെ കണ്ട് കേസ് ഏൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റെന്നേ. എന്താ ഈ കോടതിയിലൊക്കെ കയറാന്ന് പറഞ്ഞാ ഞാനില്ല. എന്നെ ഇട്ടേക്ക്. കൈ നിറയെ കാശ് കിട്ടുമ്പോ നിനക്കെന്താ കക്കൂ? എടാ നിനക്ക് കഴുത്തിലൊരു സ്വർണ്ണമാല, കൈ നിറയെ മോതിരം, സിൽക്കിന്റെ ജുബ്ബിട്ട് പുത്തൻ പുതിയ മാരുതി വണ്ടിയില് ഒരു അച്ചായത്തി പെണ്ണിനെയും കയറ്റി ഇവിടെയൊക്കെ വിലസരം നിനക്ക് ആഗ്രഹില്ലേ? എനിക്കൊരു ലവ് ഉണ്ട്. അതുണ്ടോ? പക്ഷെ ഇട്ടിച്ചൻ ധൈര്യം ഇല്ലെങ്കിൽ വേണ്ട. വന്ന വഴിക്ക് പോടാ. ഞാൻ റെഡിയാ. അവസാനം വാക്ക് മാറി ഇടി നിനക്കായിരിക്കും. ഞാൻ ഏറ്റു. നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് കറക്റ്റ് കോച്ചിങ് തന്നാ മതി. ആ പൈലിയുടെ കാര്യം നോക്കിക്കോളുകയും വേണം. അപ്പൊ സമയങ്ങളെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ സല്യൂട്ട് ചെയ്യണോ? നീ ഒന്നും ചെയ്യണ്ട. അവിടെ ഇരുന്നാ അയ്യോ ഗ്ലാസ് പൊട്ടി പൊട്ടി. ഓ 10 രൂപന്റെ ചില്ലല്ലേ പോട്ടെ. എന്നതാ ഇത്? എന്നതാണെന്നേ? ഏതാണ്ട് എന്ത് കുരിശാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം. നിന്റെ അപ്പന്റെ ഇംഗ്ലീഷ് അല്ലേ കാണാൻ പാടില്ല. വെച്ചിരുന്നല്ലോ.
മോനെ എന്താ അമ്മച്ചി? ആ ജോർജ് കുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തേ, അവൻ വായിച്ചു തരുമെന്നേ. ഏ? അവൻ വായിച്ചു തരും. എന്താ ഇത് എന്നതാന്ന് ഒന്ന് നോക്കിയേ മോനെ. ഇപ്പൊ ആ പോസ്റ്റ്മാൻ കൊണ്ട് തന്നേച്ചും പോയതാ. Mr. Tietjen. This notice is being issued to you as per the instructions from my client, Mrs. Rahel Mathukutti, wife of Mathukutti, Cheerangandathil House, and is residing at Baranangana Mamsham, Desham of Pala Taluk. Please take notice that my client, who is your elder sister, does not keep to intend the share of the properties inherited by her from her father in joint possession as you are mismanaging the properties, so as to defraud her without giving her the due share of men's profit even after repeated demands. It's hereby informed that you may take necessary step to effect the partition of the properties shown in the margin and to put my client in possession of her share with the men's profits within 1 month from the date of receipt of this notice, failing which my client will be taking appropriate legal actions against you, and in that event you will be held liable for all the incidental expenses of my client, including the legal charges of this notice. ഇതാണ് സംഭവം. മനസ്സിലായ? ഇംഗ്ലീഷ് പഠിച്ച ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ കൂടിയുണ്ട് അല്ലേ അമ്മച്ചി? ആ വക്കീൽ നോട്ടീസാ. ആന്റോട് അമ്മച്ചി അവരുടെ വീതവും അതിൽ നിന്ന് ഇത്രയും കാലെടുത്ത ആദായവും തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കേസാ. വക്കീലാരാണ് നോട്ടെ. അയ്യോ എന്റെ അമ്മോ, എന്നാടാ? വാസുദേവ മേനോൻ ഉഗ്രം വക്കീലല്ലേ? നടത്തി എല്ലാ കേസും ജയിച്ചിട്ടേ ഉള്ളൂ. ഓ, ഒരു ചക്ക വീണപ്പം മൊയലി എത്തുന്ന വിചാരിച്ച എല്ലാ ചക്കയ്ക്കും അങ്ങ് മൊയലിയാകും. ഇത് ചക്കയും മൊയിലൊന്നും അല്ല, തൊഴുത്തിപ്പറമ്പൻ ജോസിനെ തൂക്കാൻ വിധിച്ച വക്കീല. അങ്ങനെ ജയിക്കുന്ന ഉറപ്പുള്ള കേസേ മൂപ്പരെടുക്കൂ. എന്താവൂ എന്തോ. ഈശോ, ഇയാളെപ്പോ വന്നു ചോദിച്ച കേട്ടില്ലേ? ഞാനെപ്പോ വന്നാലും എനിക്കെന്താ ഈ ചായക്കട തന്റെ വകയൊന്നും അല്ലല്ലോ. ഇയാളെന്താ ഉടക്കുന്നേ? വന്നേ, ഇടിച്ചും വിളിക്കുന്നു. വേണ്ട, അന്ന് തന്നോലെ തരാനല്ലേ, ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. വാടാ പന്നി. വാടാ പട്ടി. അച്ഛനെന്താ വിളിക്കുന്നേ? അച്ഛനാ എന്നെ കൊണ്ടുവന്നു. എന്നെ മർദ്ദിക്കാൻ കൊണ്ടുപോണേ, ബലപ്രയോഗം നടത്തുന്നേ, എന്നെ മർദ്ദിക്കുന്നേ. അയ്യോ അയ്യോ, വെറുതെ ഇരുന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോവാ സാറേ. എന്താടാ ആളെ പൊക്കിക്കൊണ്ടുപോവാൻ? ഗുണ്ടായിസാ? ഇട്ടിച്ചൻ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞിട്ടാ. ആരാണ് നിന്റെ ഇട്ടിച്ചൻ? എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാ സാറേ. ഇവനോട് വന്നാ നിനക്കെന്താ? അങ്ങനെ ചോദിക്കും സാറേ. സാറേ ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഇൻസ്പെക്ടർ സാറിന്റെ അടുത്ത് പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ അവൻ ചോദിക്കാം ഫയലിൽ തൊടാനുള്ള ധൈര്യം നിന്റെ ഇൻസ്പെക്ടർ കൊണ്ടുപോടാന്ന്. ആണോടാ? സാർ ഞാൻ പറഞ്ഞില്ല. എടാ ഇനി ഇവൻ ആരെങ്കിലും തൊട്ടാ ഞാൻ നിന്നെ ആയിരിക്കും പൊക്കുന്നത്, മനസ്സിലായോ? വളരെ ഉപകാരം സാർ. ആ. സാർ വൈകുന്നേരം വീട്ടിൽ കാണൂ. എന്തിനാണ്? കുറച്ച് കൈക്കൂലി കൊണ്ടുവരാനാ. വാങ്ങിക്കില്ലേ? മതിയോ? ആ മിലിറ്ററി പോലീസിന്റെ ചായക്കട തന്നെ താമസം. ആ SI ഒന്നും ചാടിയില്ലായിരുന്നെങ്കിൽ ഞാനും കൊണ്ടുവന്നേനെ. എന്റെ കയ്യിൽ എത്തിക്കിട്ടിയിരുന്ന വേണ്ട പണി ഞാൻ കൊടുത്തേനെ. ആരോ അവനെ പറഞ്ഞ് പിരികേറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആ മൈവണം കേസ് കൊടുക്കാനുള്ള ധൈര്യം ഒന്നും കാണിക്കില്ല. വർഗീസ് സാറിനെ ആൻഡോയുടെ അടുത്ത് വെച്ചിട്ട് എന്തായി? ഓ, മധ്യസ്ഥത്തിന് അവൻ നിൽക്കത്തില്ലെന്ന്, എല്ലാം വക്കീലുമായിട്ട് മതിയെന്ന്. അയാളൊരു കോടാലിയാണെന്നാ കേട്ടത്. ആ വക്കീലേ, നമ്മൾ കേസ് പറയാൻ പോയാൽ കാശ് പോകത്തേ ഉള്ളൂ. ആ വക്കീലിനെ ഒന്ന് പിടിക്കാൻ എന്താ മാർഗമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അയാളോട്ട് അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അലിസേ, നിന്റെ അപ്പച്ചനോട് പറ വാസുദേവൻ വക്കീലിന് എനിക്ക് പരിചയമുണ്ടെന്ന്. ഒന്ന് വിളിച്ചു ചോദിച്ചു. ഒന്ന് ചോദിച്ചടി. അങ്ങേരെ ചെന്ന് കണ്ട നമുക്ക് കുഴപ്പം വരാത്ത രീതിയിൽ കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കി തരും. എന്റെ ഒരു അടുത്ത കൂട്ടുകാരന്റെ ഭാര്യയുടെ അമ്മാവനാ വക്കീല്. അവര് വഴിയേ വക്കീലിനെ ബന്ധപ്പെടാൻ പറ്റൂ. അല്ല, അതിനു മുമ്പ് അവനെയും ഭാര്യയും ഉണ്ണാൻ വിളിക്കാൻ പറ്റാൻ വേണ്ടി വരും. ഏതവനായാലും വിളിക്കാൻ പറയടി, ഉണ്ണോ ഉറങ്ങോ ചെയ്യട്ടെ.